ഈ കാണുന്ന ക്രോഷ്യ റോസ് ഈ വരുന്ന വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ ലവ്ഡ് വൺസിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് കളറിലുള്ള യാണാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള യാണ് കുറച്ച് തിക്നെസ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 4mm വരുന്ന ഹുക്കാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന യാണിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്ന ഹുക്കും നമ്മൾ തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഒരു ഹുക്ക് യൂസ് ചെയ്തിട്ട് എല്ലാ യാണിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രോഷ്യൻ്റെ ഒരു ഫിനിഷിംഗ് ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി നമ്മുടെ കടയിൽ കിട്ടുന്ന യാണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3mm വരുന്ന ഹുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നമ്മുടെ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്തിട്ട് ടോട്ടൽ 64 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ 64 എന്നുള്ള നമ്പർ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രോഷ്യ വർക്ക് ഇൻകംപ്ലീറ്റ് ആയിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് 64 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ക്രോഷ്യ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് ക്രോഷ്യ എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ സ്റ്റിച്ചസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോഷ്യയിലുള്ള ഒരുവിധം എല്ലാ ഐറ്റംസ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റോസൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ 64 ചെയിൻ സ്റ്റിച്ചസ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 3 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു. അതായത് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത സ്റ്റിച്ച് 1, പിന്നെ 2, 3 3 സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ 4th സ്റ്റിച്ചിൽ നമ്മളൊരു DC ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ DC എന്താണെന്നൊക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഒരു DC ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കുന്നുണ്ട്. എഗെയിൻ ഞാൻ നമ്മൾ ഓൾറെഡി DC ചെയ്ത ആ സെയിം ഹോളിൽ തന്നെ ഒരു DCയും കൂടെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ സെയിം ഹോളിൽ തന്നെ നമ്മുടെ ഹുക്കിനെ യാൺ ഓവർ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിനകത്ത് കൂടെ പുറത്തെടുത്ത് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിനകത്ത് കൂടെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ എന്താക്കും 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താക്കും, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ 4 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ, അതായത് 3 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്ത് കൊടുക്കുക. ആൻഡ് വീണ്ടും 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ DC ചെയ്ത അതേ ഹോളിൽ തന്നെ ഒരു DCയും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ പോകേണ്ടത്. അത് എൻഡിങ് വരെ, നമ്മുടെ 64 സ്റ്റിച്ചസിൻ്റെ എൻഡിങ് വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ കറക്റ്റ് എൻഡിങ്ങിൽ അത് അവസാനിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഓരോരോ ഹോൾസ് ആയിട്ട് ഇതിൽ ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഹോൾസിലാണ് നമ്മൾ നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഇതിൽ ഞാൻ കറക്റ്റായിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഞാൻ ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഓരോരോ ഹോൾസായിട്ട് നമുക്കിങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഒരു ഹോള് വലുതും ഒരു ഹോള് ചെറുതുമായിരിക്കും. ആ ചെറിയ ഹോളിലാണ് ഇനി നമ്മൾ നമ്മുടെ പെറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഇപ്പോഴല്ല, ഇത് നമ്മുടെ 2nd റൗണ്ടാണ്. ഇതിൻ്റെ 3rd റൗണ്ടിലാണ് നമ്മളത് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഇതിൻ്റെ എൻഡിങ് വരെ ഒന്ന് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ എൻഡിങ് വരെ നമ്മുടെ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മളിത് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിഗ്സാഗ് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും കേട്ടോ. പക്ഷേ പ്രശ്നമില്ല, നമ്മളിത് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻഡിങ്ങിൽ നമ്മുടെ ഹുക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം എൻഡിങ്ങിൽ തന്നെ നമ്മൾ എന്താക്കണം 3 ചെയിൻ സ്റ്റിച്ചസും കൂടെ നമ്മൾ എന്താക്കണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ തന്നെ 3 ചെയിൻ സ്റ്റിച്ചസ് നമ്മൾ ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ എന്താക്കണം, നമ്മുടെ ആ ഒരു ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈന് നമ്മൾ എന്താക്കണം ഒന്ന് ടേൺ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ, അതായത് അടുത്ത നമ്മുടെ 3rd റൗണ്ട് വർക്ക് ചെയ്യാനുള്ള പാകത്തിന് നമ്മൾ ടേൺ ചെയ്ത് വെക്കുക. ആൻഡ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ളതും ഒരു സർക്കിൾ ഷേപ്പുള്ള 2 ഹോൾസുള്ള ആ ട്രയാങ്കിൾ ഷേപ്പുള്ള ഹോളിൽ നമ്മൾ ടോട്ടൽ 10 DC ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഹോളിൽ തന്നെ നമ്മൾ 10 എണ്ണം ചെയ്ത് കൊടുക്കണം.
അങ്ങനെയാണ് ഇനി നമ്മൾ വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹോളിൽ തന്നെ നമ്മൾ ആദ്യം എന്താക്കും, യാൺ ഓവർ ചെയ്യുക, ആ ഹോളിൻ്റെ അകത്ത് നമ്മൾ ഹുക്കിന് ഇൻസേർട്ട് ചെയ്യുക, ആൻഡ് അഗെയിൻ യാൺ ഓവർ ചെയ്യുക, 2 ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക, അഗെയിൻ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ അകത്ത് കൂടെ പുറത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു DCI ഇതുപോലത്തെ 10 എണ്ണം നമ്മൾ ഈ ഒരു സെയിം ഹോളിൽ തന്നെ നമ്മൾ എന്താക്കണം, ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു DC എങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഇവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം യാൺ ഓവർ ചെയ്യുക, ഈ ഹോളിൻ്റെ അകത്ത് ഈ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, 2 ഹുക്കിൻ്റെ അകത്ത് കൂടെ 2 ലൂപ്പിനകത്ത് കൂടെ പുറത്തെടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഒരു 2 ലൂപ്പിൻ്റെ അകത്ത് കൂടി പുറത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 10 എണ്ണം നമ്മൾ ആ ഒരു ഹോളിൽ നമ്മൾ ചെയ്തു വരാം. ഇപ്പോൾ നമ്മൾ 10 DC നമ്മൾ ഈ ഒരു ഹോളിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഇങ്ങനെ ആർച്ച് പോലെ ആയിട്ട് ഇതിങ്ങനെ വരും കേട്ടോ, ഫോം ചെയ്ത് വരും. ആൻഡ് ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഹോളിൽ നമ്മളൊരു SC ചെയ്തെടുക്കാൻ പോകണം, അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹോളിനകത്ത് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ആ നമ്മുടെ നീഡിൽ വരുന്ന 2 ലൂപ്പിലൂടെയും നമ്മളൊന്ന് പുറത്തെടുക്കുക, അതാണ് SC. ഓക്കെ, എഗെയിൻ ഇനി നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഈ അടുത്ത് വരുന്ന ഹോളിൽ നമ്മൾ 10 DC ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആട്ടോ നമ്മൾ എൻഡിങ് വരെ ചെയ്യേണ്ടത്. അതായത് ഒരു ഹോളിൽ 10 DC, അടുത്ത ഹോളിൽ ഒരു SC, ഒരു ഹോളിൽ 10 DC, അടുത്ത ഹോളിൽ ഒരു SC, അങ്ങനെ എൻഡിങ് വരെ നമുക്ക് ചെയ്തു വരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റിലെ ഹോളിലാണ് കേട്ടോ നമ്മൾ 10 DC നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രോഷ്യേൻ്റെ ഈ ഒരു വർക്ക്, അതായത് നമ്മുടെ റോസ് ഫ്ലവർ ക്രോഷ്യ റോസിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് എന്താക്കണം, ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ റോസ് ആക്കണത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഇതിനൊന്നിങ്ങനെ ചുരുട്ടി റൗണ്ടിൽ ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് റോസിനെ പോലെ ഇതിങ്ങനെ വരും കേട്ടോ. കറക്റ്റ് റോസ് ഫ്ലവർ പോലെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്ത് അവിടെ വെച്ചാൽ പോരാ, നമുക്കിതിൽ വേറൊരു പണിയും കൂടെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ റോസ് ഫ്ലവർ നമുക്ക് ഫോം ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു റോസ് ഫ്ലവറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെമ്മൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ലോങ് ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രീൻ ടാപ്പ് പൊട്ടിച്ചിട്ട് അതിൻ്റെ സ്റ്റെം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ലീഫും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ലീഫ് ആഡ് ചെയ്യണമെങ്കിൽ ലീഫ് ആഡ് ചെയ്യാം. ബട്ട് എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലീഫ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് എന്തോ മിസ്റ്റേക്കലി അത് റെക്കോർഡഡ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ലീഫിൻ്റെത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ വീഡിയോ നാളെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച റോസ് ഞാൻ ഒന്നും കൂടെ അഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഒന്നും കൂടെ ടൈറ്റായിട്ട് ഞാനതൊന്ന് എന്താ പറയുക നമ്മൾ കറക്റ്റ് ചുറ്റിയെടുത്തിട്ട് ഞാൻ അതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് നീഡിൽ, അതായത് നമ്മൾ ഈ ക്രോഷ്യന് യൂസ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റെഡ് കളർ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതെന്താക്കും, ഇളകി പോവില്ല, കറക്റ്റ് ആ ഒരു ടൈറ്റിൽ അതവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ ബോട്ടത്തിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഫ്ലവർ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൽ ഈ ലീഫ് ചെയ്യുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് അതെന്തോ അപ്ലോഡ് ചെയ്യാൻ മറന്നു ഇതാണ്. അതിൻ്റെ വീഡിയോ നാളെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ബൊക്കെ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഈ വരുന്ന വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ ലവ്ഡ് വൺസിന് നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അവരും ഹാപ്പി, കൊടുക്കുന്ന നിങ്ങളും ഹാപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.